കഴിഞ്ഞ ദിവസം നമ്മൾ രോഗവും രോഗത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവവും എന്താണ് എന്നതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. ഇന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. അതോടൊപ്പം ഈ നമ്മളുടെ പത്രങ്ങളും മീഡിയകളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്ത ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന ഖാംനായിയുടെ സംസ്കരണ ചടങ്ങുകൾ, അത് പലരും ലൈവായി നമ്മളൊക്കെ കണ്ടതാണ്, പത്രങ്ങളിൽ വായിച്ചതാണ്. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ പങ്കെടുത്ത ഒരു വലിയ ജനാസയായിരുന്നു അത്. 3-4 മാസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട ഒരു വ്യക്തിയായിരുന്നെങ്കിലും അനുയോജ്യമായ മറമാടാൻ അനുയോജ്യമായ സന്ദർഭം ലഭിച്ച ഒരു സാഹചര്യത്തിൽ അത് നടക്കുകയുണ്ടായി. അപ്പം അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആലോചിക്കാനുള്ളത്, നമുക്ക് അതാണല്ലോ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട വിഷയങ്ങൾ. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ഇസ്ലാം എങ്ങനെ അത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അർത്ഥത്തിൽ ഈ ജനാസ എന്ന് പറയുന്നത്, ഒരാൾ ജനിക്കുക മരിക്കുക എന്നൊക്കെ പറയുന്നതിന് പരിശുദ്ധ ഇസ്ലാം അതിൽ യാതൊരു പ്രത്യേകതയും ഒരാൾക്കും നൽകിയിട്ടില്ല. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത് സ്വച്ഛമായ യഥാർത്ഥ പ്രകൃതിയോട് കൂടിയാണ്. അതിൽ ഒരാൾക്കും വ്യത്യാസമല്ല. ഇസ്ലാം മതവും ക്രിസ്തു മതവും തമ്മിലുള്ള ഒരു വ്യത്യാസ വിഷയത്തിലുണ്ട്. അവർ പറയുന്നത് എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത് പാപികളായിക്കൊണ്ടാണെന്നാണ്. അങ്ങനെയല്ല, എല്ലാവരും സ്വതന്ത്രമായ സ്വച്ഛമായ ഹനീഫായ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധത്തോടു കൂടിയാണ് എല്ലാവരും ജനിക്കുന്നത്. അത് എല്ലാവരും അങ്ങനെയാണ്. അതിൽ എത്ര മോശമായ സാഹചര്യത്തിൽ ജനനം കൊണ്ട ഒരാളാണെങ്കിലും, എത്ര വലിയ ലോകത്തിലെ ഏറ്റവും വലിയ കുടിലിൽ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരക്കുന്ന ഒരാളുടെ മകനായി ജനിക്കണവനും തുല്യമാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാളയിൽ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും മൺകൂനയിലോ അല്ലെങ്കിൽ ചെളിയിലോ മറ്റോ ഒക്കെ ജനിക്കണ കുട്ടിയൊക്കെ തുല്യമാണ്. ജനനത്തിലൊരു മനുഷ്യനും ആണും പെണ്ണും ഒന്നും ഒരു വ്യത്യാസമല്ല. അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു തത്വം. അതുപോലെ തന്നെ മരിക്കുന്നതിലും അങ്ങനെ തന്നെ. മരിക്കുന്നതിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിക്കുന്നതിൽ പ്രത്യേകമായി എന്തെങ്കിലും ഒരു കാര്യം പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നില്ല. ഏറ്റവും അധികം വല്ലതും ഉണ്ടാകേണ്ടിയിരുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിക്കുന്ന സന്ദർഭമാണ്. റസൂലുള്ളാഹി മരിക്കുന്ന സന്ദർഭത്തിൽ സാധാരണ മനുഷ്യന്മാരെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഒരു മയ്യത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം അങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇടക്കാലത്ത് ഉഹദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി മരിച്ചു എന്നുള്ളൊരു കിംവദന്തി പുറത്തു വന്നു. ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരം, റസൂലിന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ പിന്തിരിഞ്ഞ് ഓടുകയൊക്കെ ചെയ്യും. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരു ആയത്തിറങ്ങി, മാകാന മുഹമ്മദുൻ ഇല്ല മാകാന മുഹമ്മദ്, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളിലെ ഒരു മനുഷ്യൻ മാത്രമാണ്. അഫഇൻ മാത ഔ ഖുതില ഇൻഖലബ്തും അലാ അഖാബിക്കും, അദ്ദേഹം മരിച്ചു എന്ന് കേട്ടാലോ അല്ലെ കൊല്ലപ്പെട്ടു എന്ന് കേട്ടാലോ നിങ്ങളൊക്കെ പിന്തിരിഞ്ഞ് ഓടുകയാണോ എന്ന് ഖുർആൻ അവരെ അധിക്ഷേപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് റസൂലുള്ള ഒരു മനുഷ്യനാണ്, ആ മനുഷ്യൻ മരിക്കും അല്ലെങ്കിൽ കൊല്ലപ്പെടും, ഇങ്ങനെയൊക്കെ സംഭവിക്കും. എത്രയോ പ്രവാചകന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതുപോലെ ഖലീഫമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇന്ന ആള് കൊല്ലപ്പെടൂല എന്നോ ഇന്ന ആള്, അതെങ്ങനെയാണോ അള്ളാഹു വിധിച്ചത് ആ രീതിയിൽ ഓരോരുത്തരുടെയും ജീവിതം ഇവിടെ അവസാനിക്കും. അത് അവസാനിക്കുന്നതിന് നിങ്ങളാകെ ബേജാറായി ഇതൊക്കെ കൂടി ഉപേക്ഷിച്ച് ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോവുക, അങ്ങനെയൊന്നുണ്ടോ? അതില്ല. എല്ലാവരും ഇവിടുന്ന് ഒരേ രീതിയിലാണ് ഇവിടുന്ന്, അല്ലെങ്കിൽ എല്ലാവരും ഈ ലോകത്ത് ലോകജീവിതം അവസാനിപ്പിക്കുന്നതിനാണ് മരണം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണമാസം. അപ്പം അതിൽ
വ്യക്തിവ്യത്യാസം അതിലില്ല. അതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അത് ലോകം ഏറ്റവും ആദരിച്ചൊരു മനുഷ്യൻ മരിച്ചാലും അയാൾ മരിച്ചുപോയി, അയാളുടെ ഈ ദുനിയാവിലെ ജീവിതം അവസാനിച്ചു. സാധാരണ ഒരു മനുഷ്യൻ മരിക്കുന്നതും അയാൾ മരിക്കണതും തമ്മിൽ യാതൊരു വ്യത്യാസവും അയാളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന ആൾ മരിച്ചാൽ ഇന്ന രീതിയിലൊക്കെ ചെയ്യണം, ഇന്ന ആള് ജീവിച്ചാൽ ഇന്ന രീതി, അങ്ങനത്തെ ഒരു സമ്പ്രദായം പരിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത് പലപ്പോഴും വ്യത്യസ്തമായ രീതിയിൽ ലംഘിക്കപ്പെടുകയും പല രീതിയിൽ നടക്കുന്നത് അതൊക്കെ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മളുടെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ്, മുഖ്യമന്ത്രിയോ വലിയ വലിയ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒക്കെ മരിച്ചാൽ കുറേ ദിവസം ദുഃഖാചരണം, അതുപോലെ തന്നെ അവരുടെ മയ്യത്തും ജനാസയൊക്കെ ദീർഘകാലം കൊണ്ടു നടക്കുകയും അങ്ങനെ പല കാര്യങ്ങളും നടക്കും. ലോകത്തിന്റെ പല ഭാഗത്തും അങ്ങനെ നടക്കുന്നുണ്ട്. അതൊന്നും ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ നടക്കുന്ന സംഗതിയല്ല, ഒരു മതത്തിന്റെ ഭാഗമായി നടക്കുന്ന സംഗതിയായി നമ്മൾ ആരും മനസ്സിലാക്കരുത്. അതൊക്കെ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അതിൻ്റെതായ രാഷ്ട്രീയങ്ങളുണ്ടാകാം, ഗുണപരമായ വശങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ തെറ്റായ വശങ്ങളുണ്ടാകാം. അത് വേറെ വിഷയമാണ്. പക്ഷെ നമ്മൾ അതിന് ഇസ്ലാമികമായി എങ്ങനെയാണെന്ന് ഇപ്പം ഇങ്ങനെ ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളും ഇപ്പോൾ ഇവിടെ മയ്യത്ത് കൊണ്ടുപോകാറുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ നമ്മുടെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകും. അപ്പം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ മര്യാദകളാണ് നമ്മൾ പാലിക്കേണ്ടത് എന്ന് അള്ളാന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ശബ്ദം താഴ്ത്തുക, സംസാരമില്ലാതിരിക്കുക, മൗനമായി അല്ലെങ്കിൽ സംസാരിക്കാതെയാണ് മയ്യത്ത് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ നേതാവിൻ്റെ മയ്യത്ത് അവിടെ ശബ്ദമുഖരിതമായിരുന്നു. മ്യൂസിക്കും മുറവിളിയും കരച്ചിലും അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാ ജാതി മുദ്രാവാക്യങ്ങളൊക്കെ കൂടി അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അത് അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇടയിലും അതിന് വിരുദ്ധമായി, റസൂലുള്ള പറഞ്ഞതിന് വിരുദ്ധമായ പല രീതികളുണ്ട്. അതിൽ റസൂലുള്ള അല്ലെങ്കിൽ സഹാബാക്കൾ, പൂർവിക ആളുകളൊക്കെ അവലംബിച്ചിരുന്ന സംഗതി കാനു യസ്തഹിബ്ബൂന ഖഫ്ള സൗതി ഇൻദൽ ജനാസ. മയ്യത്തിന്റെ അടുത്തുനിന്ന് തന്നെ കൊണ്ടുപോകുമ്പോൾ മാത്രമല്ല, മയ്യത്തിന്റെ അടുത്തുനിന്ന് തന്നെ ഉറക്ക വർത്താനം പറയാം എന്നുള്ളതൊന്നും ശരിയായ ഒരു സംഗതിയല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. പലപ്പോഴും നമ്മളെ മയ്യത്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ചില ആളുകളൊക്കെ വന്ന് പറയും, ഇങ്ങനെയൊക്കെ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളെ ഇടയിൽ ചില ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ഉറക്ക ചൊല്ലി കൊണ്ടുപോകണ്ടല്ലോ, അതാ നല്ലതെന്ന് തോന്നിപ്പോവും നമ്മളാൾക്കാർ മയ്യത്തിൻ്റെ കൂടെ പോകണ കണ്ടാൽ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോൾ വളരെ ശാന്തരായി പോകണം. ഇപ്പോൾ സഹാബാക്കൾ പിന്നെ പൂർവികരായ സംഗതികളെ പറ്റി നമുക്ക് കാണാൻ കഴിയും. യതനാക്കറു ബഅദുഹും മിൻ ബഅദിന്നാണ്. അവർ മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോൾ തമ്മിൽ അറിയാത്തവരെ പോലെയാണ്. യതനാക്കർ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. തമ്മിൽ ഒരു പരിചയമൊന്നും ഇല്ലാത്തവരെ പോലെ അങ്ങനെ പോകും. എന്നിട്ട് ഫൈദാ റജഉ ഇലൽ ബലദി തആറഫു അലാ മടങ്ങിയൊക്കെ വന്നു കഴിഞ്ഞാൽ പരസ്പരം ലോക്യം പറയുകയും എന്താണ് ഏതാണ് എന്നൊക്കെ പറയും. അങ്ങനെയല്ലാതെ മയ്യത്തിന് പോകുമ്പോൾ എവിടെയായിരുന്നു കുറേ കാലമായാലും കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കൂട്ടുകാരെ കാണുന്നതും നാട്ടുകാരെ കാണുന്നതും ആ ലോക്യം പറയാനൊക്കെ മയ്യത്തിൻ്റെ കൂടെ പോവുകയോ അല്ലെങ്കിൽ മയ്യത്തിൻ്റെ അടുക്കൽ ഇരുന്നിട്ടോ സംഗതികൾ ചെയ്യേണ്ട സംഗതി അല്ല അത് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാന ഇദാ ഷഹീദ ജനാസത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനാസയിൽ പങ്കെടുക്കുകയാണെങ്കിൽ റുഅ്യത്ത് അലൈഹി കആബത്തുൻ, നബിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെയാണ് നബിയെ കാണുക. അതിപ്പോൾ ഏത് മയ്യത്തിനെ കാണുമ്പോഴും അങ്ങനെയാണുള്ളത്. അക്സർ ഹദീസൽ നഫ്സ്, മനസ്സിൽ എന്തൊക്കെയോ സംസാരിക്കുന്നത് പോലെയാണ് തോന്നുക. അങ്ങനെയാണ് ആ ഒരു രീതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ പിന്നെ മഹാന്മാരായ ചില പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ഒന്ന് അൻ യകൂന മുതഖശ്യൻ, നമ്മളൊരു മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോൾ വളരെ ശാന്തരായി പോകണം. മുതഫക്കിറൻ ഫീ മആലിഹി, തൻ്റെ കാര്യങ്ങളെ പറ്റി ആലോചിക്കണം. നമ്മൾ ആലോചിച്ചാൽ എന്താ ഈ മരണം എന്നുള്ള സംഗതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിപ്പോൾ ഇതിൻ്റെ കഥ. മരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ ഇപ്പോൾ ഈ കോലത്തിൽ ഇരിക്കണം നമ്മൾ, ഇത് മുഴുവൻ ഉപേക്ഷിച്ചാണ് പോവാണല്ലോ. ഓരോരുത്തരൊന്ന് ആലോചിച്ച് നോക്കുക അവനാൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്.
സ്വത്തായിട്ട് എത്ര ഉണ്ട്, അല്ലെങ്കിൽ വീടുണ്ട്, മക്കളുണ്ട്, പേരമക്കളുണ്ട്, കുടുംബമുണ്ട്, വാഹനമുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് മനുഷ്യൻ ഒരു ദിവസമായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സങ്കടകരമായൊരു കാര്യമാണല്ല. ആ പോക്ക് കൊണ്ട് ഇവിടെയും നഷ്ടമാകുക, മടങ്ങി ചെല്ലുമ്പോൾ മരിച്ചു എന്നിട്ട് അവിടെയും നഷ്ടമാകുക എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചതുപോലെ ഹുസ്റാനും മുബീനാണ്, വളരെ വ്യക്തമായ നഷ്ടമാണത്. അപ്പോൾ ഒന്ന് അവനാൻ്റെ മയ്യത്തൊക്കെ കാണുമ്പോൾ തൻ്റെ അവസ്ഥകൾ ഈ കിടക്കുന്നത് ഞാനാണ്, എന്താ പിന്നെ അവസ്ഥ എന്നൊന്ന് ഒക്കെ ആലോചിക്കാവുന്ന അങ്ങനെയൊക്കെയാണ് ഈ പൂർവീകരായ നമ്മുടെ സെലഫുകളുടെ രീതി. അവരങ്ങനെയായിരുന്നു. മുത്തൈളം ബിൽ മൗത്തി, മരണം അവർക്കൊരു പാഠമായി മാറും. മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇന്നാലില്ലാഹി വൈന്നായിലൈഹി റാജിഊൻ എന്ന് അങ്ങനെ പറയുമ്പോൾ ആ പറയുന്നത് ഒരു മനസ്സിൽ തട്ടിക്കൊണ്ട് പറയണം. അല്ലാതെ വാട്സപ്പിൽ ഇങ്ങനെ മരണവാർത്ത കാണുമ്പോൾ അവിടെ ഇന്നാലില്ലാഹി ഏതെങ്കിലും പിന്നെ ഇമേജ് അങ്ങനെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, അത് മനസ്സ് തട്ടി പറയേണ്ടതാണ്. ഇമേജ് പോസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് അതിൻ്റെ കൂടെ നമ്മൾ നാവുകൊണ്ട് ചൊല്ലി പറയണം, ഇന്നാലില്ലാഹി വൈന്നായിലൈഹി റാജിഊൻ. കേവലം ഒരു പോസ്റ്റിംഗ് മാത്രം ചെയ്താലാകുന്നതല്ല. അതൊരു മറ്റേ ആളുകൾ അറിയാൻ മനസ്സിലായി അയാളും ഇന്നാലില്ല ചൊല്ലി പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. പക്ഷേ അവനാനെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ആ പോസ്റ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ ആ പോസ്റ്റ് ചെയ്യണതൊക്കെ. അതാണ് ഇന്നാലില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളും വരാൻ പോവാണ് കൂടെ, ഞങ്ങളും തങ്ങളെ കൂടെ വരുന്നുണ്ട് എന്നാണ് ആ പറയണത്. അപ്പം ആ മരണം തന്നെ നമുക്കൊരു പാഠമാകണം. അതുപോലെ തന്നെ ബിമാ യസീറു ഇലൈഹിൽ മയ്യിത്ത്, എവിടേക്കാപ്പം ഈ മയ്യത്ത് പോകണമെന്നുള്ളൊരു ആലോചന, അതൊരു പ്രധാനപ്പെട്ട സംഗതിയല്ലേ. മയ്യത്ത് നമ്മളിങ്ങനെ കൊണ്ടുപോയി നമ്മൾ കുറച്ച് ചെന്നു കബറടക്കി കുറച്ച് നേരമൊക്കെ തസ്ബീത്തും ഒക്കെ ചെല്ലി അത് മടങ്ങിയാണ് പോരുമ്പോൾ ഒന്ന് തിരിഞ്ഞൊന്നൊന്ന് ആലോചിച്ച് നോക്ക്, പടച്ചോന് എന്താ കിടക്കണ ആളവസ്ഥ ആണ്. ആ കിടക്കുന്ന ആളവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അയാളെ ഒറ്റക്കാക്കി നമ്മളൊക്കെ പോകുന്നു. 1-2 ദിവസമൊക്കെ നമ്മളിങ്ങനെ അയാളെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കും, ചിന്തിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് അങ്ങനെ കടന്നു പോവുകയും ചെയ്യും. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് തന്നെ അറിയാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. വളരെ അടുത്ത ആൾ, മക്കളോ വളരെ അടുത്ത ആളൊക്കെ കുറച്ചും കൂടി ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഓർക്കും. ഇതിനപ്പുറമൊന്നും വേറൊന്നും ഈ മരിച്ച മനുഷ്യന് വേണ്ടി നമ്മൾക്ക് സാധാരണ രീതിയിൽ ആളുകൾ ചെയ്യില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അയാൾക്ക് വലിയ ആ ഖബറിലേക്ക് എത്തുന്നൊരു വലിയ സംഗതിയാണ്. അപ്പോൾ നമ്മളടുത്ത് നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മാതാപിതാക്കളും മറ്റൊക്കെ ഖബറടക്കി നമ്മൾ പോന്നിട്ടുള്ള നമ്മൾ അവിടെ ഖബറിങ്ങ ചെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, വിരോധമല്ല. അല്ലാത്ത സന്ദർഭത്തിലൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ഈ പ്രാർത്ഥന അയാൾക്ക് ഉപകാരപ്പെടും. അത് അദ്ദേഹത്തിന് ഉപകാരപ്പെടും, മരിച്ച ആൾക്ക്. അങ്ങനെയൊക്കെയാണ് നമ്മൾ അയാളോടുള്ള ആ മരിച്ച ആളോടുള്ള സ്നേഹവും കാര്യമൊക്കെ നമ്മൾ കാണേണ്ടത്. വലാ യതഹദ്ദസു ബിഅഹാദീസി ദുനിയ വലാ യദ്ഹക്, ഒരിക്കലും മയ്യത്തിൻ്റെ കൂടെ പോകുമ്പം ദുനിയാവിൻ്റെ കുറേ കച്ചവടവും കൃഷിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജോലിനെ പറ്റിയും ശമ്പളത്തിനെ പറ്റിയും ഇൻക്രിമെൻറ്റിനെ പറ്റിയും അതൊന്നും മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോൾ സംസാരിക്കാനുള്ള സംഗതിയല്ല. മറിച്ച് അതുപോലെ ചിരിക്കുന്ന എന്തെങ്കിലും തമാശകൾ, ഇതൊന്നും മയ്യത്തിൻ്റെ കൂടെ ഉണ്ടാകാൻ പാടില്ല. അത് ഇല്ലാതെ ഇതൊരു വല്ലാത്തൊരു സംഭവമാണല്ലോ. ഇത്ര കാലം 10, 60, 70 കൊല്ലം ജീവിച്ചൊരു മനുഷ്യന് ഇതൊക്കെ ഉപേക്ഷിച്ചാണ് പോവുകയാണല്ലോ. ഇനി ആളുകൾ തിരിച്ചു വരില്ല, ഒരിക്കലും തിരിച്ചു വരാത്തൊരു പോക്ക് അദ്ദേഹം ഇവിടുന്നാണ് പോവുകയാണ്, എല്ലാം നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട്. അപ്പം അങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആഴത്തിലേക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് ഈ മരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും അവനാനും മരിക്കാനുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ എല്ലാ ഖുതുബകളിലും തുദക്കിറുൽ മൗത്ത് വൽ ആഖിറ, ആഖിറത്തും മരണത്തെപ്പറ്റി ഇങ്ങനെ ഓർമ്മിപ്പിക്കും. അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ പോകുന്ന സമയത്തിൽ ഉണ്ടാകേണ്ടത്. പിന്നെ മയ്യത്തിനെ നമ്മൾ എന്തായാലും ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ്, ജീവിക്കുന്ന ഒരു മനുഷ്യന് നമ്മൾ എന്തൊരാദരവാണോ നൽകുന്നത് ആ ആദരവ് നമ്മൾ മയ്യത്തിന് നൽകേണ്ടതുണ്ട് എന്നാണ്. ആ രീതിയിൽ നമ്മൾ അതുകൊണ്ട് തന്നെ അതിനെ കുളിപ്പിക്കുമ്പോഴും അതിനെ കൈകാര്യം ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും
കബറിലേക്ക് വെക്കുമ്പോഴൊക്കെ ഒരു ജീവുള്ള മനുഷ്യനെ നമ്മൾ എങ്ങനെയാണോ, എത്ര ശ്രദ്ധിച്ചുകൊണ്ടാണോ ഒരു രോഗിയോ മറ്റൊക്കെ ആയാലും നമ്മൾ സൂക്ഷിക്കുക, അതേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളത് വളരെ ശ്രദ്ധിക്കുന്നവരാണ്, വളരെ ശ്രദ്ധിക്കുന്നവർ തന്നെയാണ്. ആ രീതിയിലാണ് ആ മയ്യത്തിൻ്റെ മുകളിലൊരു ആവശ്യമില്ലാത്ത മണ്ണോ കല്ലോ വീഴാതെയൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത്. ആ രീതിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുണ്ടായി, നിങ്ങൾ മയ്യത്തിനെ നിങ്ങൾ ജീവിക്കുന്ന ഒരാളുടെ കാര്യം ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുണ്ടായി. അതുകൊണ്ട് തന്നെ അതിനെ ആദരിക്കണം. മരിച്ച മനുഷ്യനെ ആദരിക്കുക എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതും പ്രാവർത്തികമാക്കി കാണിച്ചു തന്നിട്ടുള്ളത്. അരികിലൂടെ മയ്യത്ത് കൊണ്ടുപോകണം കണ്ടാൽ ഒന്ന് എഴുന്നേറ്റിക്കണം. നമ്മൾ സൈക്കിളിലോ വാഹനത്തിലോ ഒക്കെ പോവുകയാണെങ്കിൽ ഒന്ന് സൈഡാക്കണം, ഒന്ന് സൈഡാക്കി അവിടെ നിൽക്കണം. ഏത് മയ്യത്തായാലും അതാണ്, ഏത് മയ്യത്തായാലും അങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഒരു യഹൂദന്റെ, ഇസ്ലാമിലെ ഒരു ശത്രുതയോടുകൂടി മുസ്ലിങ്ങളെയൊക്കെ കാണുന്ന ഒരു യഹൂദന്റെ മയ്യത്തും കൊണ്ട് പോണത് കണ്ടപ്പം നബിയും സഹാബാക്കളും എഴുന്നേറ്റ് നിന്നു. അപ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, അത് യഹൂദനല്ലേ നബി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, ചില റിപ്പോർട്ടിൽ കാണും അതൊരു മനുഷ്യനല്ലേ. ഒരു ചോദ്യം അങ്ങനെയാണ്, ഒരു മനുഷ്യനല്ലേ, ഏതാളാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അത് എത്ര നമുക്ക് ഇഷ്ടമുള്ളവനോ ഇഷ്ടമല്ലാത്തവനോ ആര് തന്നെ ആയാലും ശരി, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മളവിടെ ഇങ്ങനെ ആ കൊണ്ടുപോണ കാഴ്ചയും കണ്ട് അവിടെ ഇരിക്കാൻ പാടില്ല, ഒന്ന് എഴുന്നേൽക്കണം. അത് നമ്മൾ വാഹനത്തിലാണെങ്കിൽ ഒന്ന് സൈഡാക്കണം, അല്ലാതെ ഒന്നാകെ ഓണടിച്ച് ഇങ്ങനെ പോണ പോക്കല്ല. സൈഡാക്കുക, ആ മയ്യത്തൊക്കെ നീങ്ങിയതിന് ശേഷം നമ്മൾക്ക് അങ്ങോട്ട് മുന്നോട്ട് പോവുക എന്നുള്ള രീതിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നൽ മൗത ഫസ്അൽ, മരണം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു ഭീതിതമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഫൈദാ റഅയ്തുമുൽ ജനാസത ഫഖൂമു, ഒരു ജനാസ നിങ്ങൾ കൊണ്ടുപോകണം കണ്ടാൽ നിങ്ങൾ എഴുന്നേൽക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പിന്നെ നമ്മുടെ ഇടയിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഓരോ സുന്നി മുജാഹിദ് മറ്റോ എന്നൊക്കെ നമ്മൾ ആളുകൾ വിചാരിക്കണം. വാസ്തവത്തിൽ ഈ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റ് ചെല്ലുക, ദുആ ഉറക്ക ചെല്ലുക, ഇതൊക്കെ പാടില്ലാത്ത സംഗതിയാണ്. അതിൽ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, അതൊന്നും പാടില്ല. അത് നമ്മളെ നാട്ടിലൊക്കെ ബഹുഭൂരിപക്ഷ മനുഷ്യന്മാരും ഷാഫിഈ മദ്ഹബ് പിന്തുടരുന്ന ആളുകളാണ്. നമ്മുടെ നാട്ടിലെ സുന്നി സഹോദരന്മാരൊക്കെ അവരുടെ മദ്ഹബ് ഏതാന്ന് ചോദിച്ചാൽ ഷാഫി മദ്ഹബാണ്. ഈ ഷാഫി മദ്ഹബ് എന്ന് പറയുന്നതാണ് നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ശാന്തരായി കൊണ്ടുപോകണം, ഉറക്കെ ചെയ്യാൻ ദിക്റും ദുആ ഒന്നും ചെല്ലാൻ പാടില്ല. ഇപ്പോൾ ഷാഫി മദ്ഹബിന് വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണ് ഷറഹുൽ മുഹദ്ദബ് എന്നോ മജ്മൂ ഷറഹ്, ഇമാം നവവി, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവിയുടെ ഗ്രന്ഥം. അതിൽ അദ്ദേഹം പറയുന്നത് അൽ മുഖ്താർ, ഏറ്റവും ശരിയായ സംഗതി, ബലി സവാബ് മാഖാന അലൈഹി സലഫുകൾ, പൂർവീകരായ നമ്മുടെ പൂർവീക മഹാന്മാർ അവർ ചെയ്തതാണ് ഏറ്റവും ശരി. അതെന്താണ്? മിനസ്സുക്കൂത്തി, ശാന്തരായിക്കൊണ്ട് നിശബ്ദരായിക്കൊണ്ട് നിൽക്കുക. ഫി ഹാലി സൈരി മഅൽ ജനാസ, ജനാസന്റെ കൂടെ പോകുമ്പോൾ നിശബ്ദരായിക്കൊണ്ട് പോവുക. ഫലാ യർഫഉ സൗതഹു, ശബ്ദമുയർത്തരുത്. ബി ഖിറാഅത്തിൻ, ഖുർആൻ ഓതിക്കൊണ്ടാണെങ്കിലും ശബ്ദം ഉണ്ടാകാൻ പാടില്ല. വലാ ദിക്രിൻ, അല്ലെങ്കിൽ ദിക്റുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉറക്കെ ഒരു വാശിയോലെ ചില ആൾക്കാർ മയ്യത്ത് കൊണ്ടുപോകണുണ്ട്. ആരോടാ ഇപ്പോൾ വാശിയുള്ളത്? നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ വാശി പിടിക്കേണ്ട ആവശ്യമില്ല. ഉറക്കെ ചെല്ലി പോകണമെന്ന് പോകുമ്പോൾ പോയിക്കോട്ടെ എന്നല്ലാതെ ആരും തടയാനോ അല്ലെങ്കിൽ അത് പിടിച്ചു വെക്കാനൊന്നും ആരും പോകണില്ല. പിന്നെന്താണ്? പിന്നെ നമ്മൾ ഇങ്ങനത്തെ സന്ദർഭത്തിൽ നമ്മൾ പറയും, അതൊന്നും ഇസ്ലാം മതത്തിലുള്ളതല്ല, അള്ളാഹു റസൂൽ അനുവദിച്ച സംഗതിയല്ല, നിങ്ങൾ എന്തെങ്കിലും വാശിക്ക് അങ്ങനെ ചെയ്യുന്നത് ശരിയില്ല എന്ന് നമ്മൾ ആളുകൾ ഉണർത്തുമെന്നല്ലാതെ നമ്മൾ അതിൻ്റെ പേരിൽ മയ്യത്തിൻ്റെ സ്ഥലത്തോ മയ്യത്ത് മറമാടുന്നതിലോ അത്തരം വിഷയങ്ങളിലൊന്നും യാതൊരു സംഘടനമോ പ്രശ്നമോ ഒന്നും ആരും നമ്മുടെ നാട്ടിലൊന്നും ഏതായാലും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ കാര്യം മനസ്സിലാകണമല്ലോ. ഷാഫി മദ്ഹബിൽ തന്നെ പറയണത് ദിക്റോ ഖുർആൻ പാരായണം ഒന്നും ചെയ്യരുത്. ബൽ യസ്തഗിലു ബിത്തഫ്കീരി ഫിൽ മൗത്ത്, മരണത്തെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കുക. ഒമാ യതഅല്ലഖു ബിഹി, അതുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്ന സംഗതിയല്ല, നമ്മുടെ നാട്ടിലെ സുന്നി സഹോദരന്മാരുടെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇസ്ലാം അങ്ങനെ പറയുന്നുള്ളൂ.
ഈ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിനി ഏത് സംഗതി ദിക്റ് ദുആ എന്ത് തന്നെ ആയാലും ശരി ശബ്ദം ഉണ്ടാകരുത്. ശാന്തരായി നിശബ്ദരായി ഒരു മയ്യത്തിന് എൻ്റെ കൂടെ പോണത് എന്നുള്ള നിലക്ക് മരണത്തെ ഓർത്തുകൊണ്ട് എല്ലാ ലോക്യം മുതുക്കലും ആദ്യമായ സംഗതികളൊന്നും മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോഴല്ല മൺമിണ്ടാതെ ഇങ്ങനെ പോവാം. മനസ്സിൽ നമുക്ക് ദ്വാരോ തസ്ബീഹോ ഒക്കെ നമുക്ക് മനസ്സിൽ ചെല്ലാം. അങ്ങനെ നമ്മൾ പോയിട്ട് അങ്ങനെയാണ് മയ്യത്തിന് പോകുമ്പോഴേ അദബ്. അതാണ് ആ അദബ് നമ്മളെ നാട്ടിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോഴും മയ്യത്ത് മരിച്ച വീട്ടിലിരിക്കുമ്പോഴും ഒക്കെ പൊട്ടിച്ചെറിയും കളിയും തമാശയും ഒന്നും പാടില്ല. അതൊന്നും അതിന് അനുയോജ്യമായൊരു സംഗതിയല്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ നമ്മളെ മുഖത്ത് നോക്കിയാൽ തന്നെ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞല്ലോ, റസൂലിൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ആ ദുഃഖം ആ മുഖത്തുണ്ടാകും. ആ രീതിയിലാണ് നമ്മൾ മയ്യത്ത് പോയി കാണേണ്ടതും. മയ്യത്ത് പോയി കാണുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കലല്ലോ, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. കാണുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചവനെ ഹൈറാക്കണേ, റഹ്മത്ത് ചെയ്യണേ എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ മയ്യത്തിനെ നോക്കിക്കാണേണ്ടത്. ഇത്തരം സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട സംഗതികൾ പറയുന്നുണ്ടായി. അപ്പം അതിൽപ്പെട്ട ഒരു സംഗതിയാണ് ഈ രോഗികളെ സന്ദർശിക്കുക എന്ന് പറയുന്നത്. അത് വളരെ പുണ്യപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഒരു ഹദീസിൽ കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി ഉദ്ധരിക്കുന്ന ഒരു ഖുദ്സിയായ ഒരു ഹദീസിൽ, അങ്ങനത്തെ ഹദീസിനെ പറയാം ഖുദ്സി എന്നാണ് പറയാം. അള്ളാഹു പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി ഒരു സംഗതി പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട്, യബ്ന ആദം മരിയൽതു ഫലാ തഅ്ദിനി, മനുഷ്യ ആദമിൻ്റെ മക്കളെ, നിങ്ങൾ ഞാൻ രോഗിയായപ്പോൾ എന്തേ എന്നെ സന്ദർശിക്കാതിരുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു രോഗിയാവില്ല, നമുക്കറിയാം. സ്വാഭാവികമായിട്ട് നീ രോഗിയാവില്ലല്ലോ എന്നൊക്കെ പറയും. ശരി, അള്ളാഹു രോഗിയല്ല, പക്ഷെ അതൊരു പ്രയോഗമാണ്. അപ്പോൾ വിശദീകരിച്ചു കൊടുക്കുന്നില്ല. അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിദ ഫലം, എൻ്റെ ഇന്ന അടിമ രോഗിയായി കിടക്കുന്നത് നീ അറിഞ്ഞില്ലേ, രോഗിയെന്ന് നീ അറിഞ്ഞില്ലേ, എന്നിട്ട് നീ അവനെ സന്ദർശിച്ചില്ലല്ലോ. അമാ അലിംത ലോ ഉത്തഹു ല വജത്തനി എന്തവും, അവിടെ ചെന്നാൽ ആ രോഗിൻ്റെ അടുക്ക് നീ ചെന്നിരുന്നെങ്കിൽ എന്നെ നിനക്ക് അവിടെ കാണാമായിരുന്നല്ലോ. പല രീതിയിലും ആ സംഗതികൾ നമുക്ക് കാണാൻ കഴിയും. രോഗികളെ സന്ദർശിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതൊരു സുന്നത്തായ സംഗതി ആയിക്കൊണ്ട് നമ്മളെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്താണ് ഹക്കുൽ മുസ്ലിം അലൽ മുസ്ലിമും, പരസ്പരമുള്ള നമ്മുടെ ബാധ്യതകളിൽ പെട്ടതാണ് രോഗിയെ സന്ദർശിക്കുക എന്ന് പറഞ്ഞ സംഗതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഇന്നൽ മുസ്ലിം ഇദാ ആദ അഖാഹു ലം യസൽ ഫി ഖിർഖത്തിൽ ജന്നത്തി ഹത്താ യർജിയ. തൻ്റെ രോഗിയായ ഒരാളെ പോയി സന്ദർശിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൻ്റെ ഒരു വശത്താണ് അവൻ നിൽക്കുന്നത് മടങ്ങി വരുന്നത് വരെ. എന്ന് അത്ര പുണ്യകരമായൊരു സംഗതിയാണ് ആ സംഗതി എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നെന്താണ്, ഒന്ന് നമുക്ക് ഈ സന്ദർശിക്കുന്ന ആൾക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. രോഗിനെ സന്ദർശിച്ചാൽ അത് വളരെ പ്രതിഫലം. ഒരിക്കൽ റസൂലുള്ളാഹി സഹാബാക്കളോട് ചോദിച്ചു, ഇന്ന് രോഗിയെ സന്ദർശിച്ചത് ആരാണുള്ളത്? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ്, ഞാൻ ഇന്ന് രോഗിയെ സന്ദർശിച്ചു. ഇന്നൊരു മയ്യത്തിൻ്റെ കൂടെ പോയത് ആരാളുള്ളത്? അപ്പോഴും അബൂബക്കർ സിദ്ദീഖ്, ഞാൻ പോയിട്ട്. വേറെ ആൾക്കാരുണ്ട്. ഏതായാലും ഒരു 3-4 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത്തരം സംഗതികൾ ചോദിച്ചപ്പോൾ അതിലൊക്കെ മുൻപന്തിയിൽ നിന്ന് കണ്ടത് അബൂബക്കർ സിദ്ദീഖിനെയാണ്. റസൂലുള്ളാഹി അതിനെ കുറേ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കേണ്ടത്. ഒന്ന് അതാണ് അതിലുള്ള സംഗതികൾ. പിന്നെ രോഗിയായ ആളുകൾക്ക് സാധാരണ രീതിയിൽ ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. സാധാരണ രീതിയിൽ അവർക്ക് തന്നെ ഒരാൾക്കാണ് സന്ദർശിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓടിച്ചാടി നടക്കണ പോലാണ്. രാവിലെ വിടുന്ന ഇറങ്ങി അങ്ങാടി പോയി കുട്ടികളെടുത്ത് പോയി അതാണ് കിടന്നു നോക്കണ്ടേ. പുറത്തേക്കൊന്നും പോകാതെ അവനാൻ്റെ വീട്ടിലെ കട്ടിലാണ് കിടന്നാൽ ലോകത്ത് എന്താ നടക്കുന്നത് നമുക്കറിയാം.
ചുറ്റുപാട് എന്താണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ വന്ന് സന്ദർശിച്ച് നാട്ടിലെ വർത്താനോ സൗഹൃദങ്ങളുടെ വർത്താനോ ഒക്കെ പറയാവുന്ന അത്തരത്തിലുള്ള രോഗമാണെങ്കിൽ കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ച് ആ ഏകാന്തതയൊക്കെ ഒന്ന് മാറ്റി കഴിയുമ്പോൾ അയാൾക്കതൊരു വലിയ ഒരു സന്തോഷം ഉണ്ടാകുന്ന സംഗതിയാണ്. പ്രത്യേകിച്ചും പ്രായാധിക്യം കൊണ്ടൊക്കെ വീട്ടിലിങ്ങനെ ഇരിക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു രോഗമൊന്നും ആവില്ല, എന്നാലും പ്രായമാണ്, പുറത്തേക്കൊന്നും ഇറങ്ങാൻ വയ്യ, നടക്കുമ്പം കാലിൻ്റെ ബലക്ഷ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഉള്ള പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അങ്ങനത്തെ ആളുകൾ അടുക്കലൊക്കെ ചെന്ന് കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് നമ്മുടെ സമയത്തിനനുസരിച്ച് എല്ലാവർക്കും എപ്പോഴും ആ രീതി സാധിച്ചോളണമെന്നില്ല. പക്ഷെ പല ആൾക്കാരും വെറുതെ ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കണ കുറേ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ ആളുകൾ ആരാടാ നമ്മുടെ കൂട്ടത്തിൽ, നമ്മൾ നമ്മൾ കാണുക എന്നൊക്കെ പോയി കണ്ട് സംസാരിച്ച് അത് അവർക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്ന സംഗതിയാണ്. ക്ഷമിക്കാൻ നമ്മൾക്ക് അവരെ പ്രേരിപ്പിക്കാൻ കഴിയും. പിന്നെ സ്നേഹം പുതുക്കാൻ നമുക്ക് കഴിയും. എന്തെങ്കിലും ആവശ്യമുണ്ടോ അതും അറിയാൻ പറ്റും. ചില ആളുകൾ രോഗികളായി കിടക്കുന്നുണ്ടാവും, അവർക്ക് പല സഹായവും ആവശ്യമുണ്ടാവും, സാമ്പത്തിക സഹായം ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ ചില രോഗങ്ങളെ പറ്റി അറിയാൻ ആവശ്യമുണ്ടാവും. അങ്ങനെ ഈ സഹായം ഉണ്ടെങ്കിൽ അതറിയാനും ഇത് ആവശ്യമാണ്. പിന്നെ അവസാനം ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹ് നമുക്ക് നൽകിയ അനുഗ്രഹത്തെപ്പറ്റി അറിയാൻ, അതിനെപ്പറ്റി നമുക്കൊന്ന് ഓർക്കാൻ അതൊരു വലിയ ഒരവസരമാണല്ലോ. പടച്ചോനെ ഇങ്ങനത്തെ ഒരവസ്ഥ ഞാൻ ആയില്ലല്ലോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ കാണാനും പടച്ചോനെ ഓർക്കാനും ഒക്കെ അതൊരു കാര്യമാണ്. ഇതാണ് സാധാരണ രീതിയിലുള്ളത്. പക്ഷെ എല്ലാ സന്ദർഭത്തിലും ഈ സന്ദർശനം എന്ന് പറയുന്നത് അത് ഒരു ഗുണകരമാകാത്തയും സന്ദർഭം ഉണ്ടാവും. അപ്പം അങ്ങനത്തെ സന്ദർഭത്തിൽ നമ്മൾ സന്ദർശിക്കുന്നത് ഡോക്ടർമാർ പറയണ സന്ദർശനം പറ്റില്ല, അവിടെ ഇടിച്ച് കയറി പോയി സന്ദർശിക്കാൻ നിൽക്കരുത്, അവിടേക്ക് പോകരുത്. കാരണം അത് ആ രോഗിയുടെ രോഗം സുഖപ്പെടുന്നതിന് ആവശ്യമായൊരു സംഗതിയാണ്. നമ്മൾ ഈ സുന്നത്ത് അവിടെ സന്ദർശിക്കാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ചെയ്യേണ്ട സംഗതികൾ. അങ്ങനത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടത്. പിന്നെ സന്ദർശിക്കുന്ന ആളുകൾക്ക് ചില നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകുന്നു. ഒന്ന്, ദീർഘമായ സന്ദർശനങ്ങൾ ഒഴിവാക്കണം. രണ്ടാമത്തെ സംഗതി, അവിടെ വന്നിട്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചാണ്. രോഗികളുടെ അടുക്കൽ ചെന്നിട്ട് അവർക്ക് വിഷമകരമായ സംഗതികൾ പറയരുത്. ഇപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഒരിക്കൽ ഒരു രോഗിൻ്റെ അടുക്കലെങ്കിൽ ഇരിക്കുമ്പോൾ വേറൊരാൾ കയറി വന്നിട്ട് അയാൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയണോ ഈ സോക്കേട് ഉണ്ടായിട്ടാണ് ഇന്ന ആൾ അന്ന് മരിച്ചു കിട്ടും എന്ന് പറഞ്ഞു. ഉമർ ബിൻ അബ്ദുൽ അസീസിന് അത് കേട്ടിട്ട് വളരെ പ്രയാസം തോന്നി. അപ്പം ഉമർ ബിൻ അസീസ് അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പം മരണവാർത്ത അറിയിക്കാൻ അങ്ങോട്ട് വന്നത്, ഇനി ഇങ്ങോട്ട് മടങ്ങി, ഇനി എന്നെ ഈ വെയ്ക്ക് കണ്ടുവരുത് എന്ന് പറഞ്ഞു. ആട്ടി വിട്ടോളൂ. കാരണം ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താണ്, യസ്സിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുനഫിറു എന്നാണ് ഇസ്ലാമിൻ്റെ പൊതുതത്വം. ഓരോ സംഗതികളും എളുപ്പമാക്കി അയാൾക്ക് കാണിച്ചു കൊടുക്കണം, സന്തോഷം ഉണ്ടാക്കുന്ന സംഗതി പറഞ്ഞു കൊടുക്കണം. ആ രീതിയാണ് യഥാർത്ഥത്തിൽ സന്ദർശകർ ചെയ്യേണ്ട സംഗതികൾ. അതാണ് രോഗിനെ അസ്വസ്ഥമാക്കുന്ന സംസാരങ്ങളൊന്നും ഉണ്ടാകരുത്. രോഗം ബാധിച്ച ഒരാളെ അസ്വസ്ഥനാക്കണമല്ല, അയാൾക്ക് സമാധാനം കിട്ടുന്ന സംസാരമാണ്. അപ്പം ഈ സമാധാനം കിട്ടുന്ന സംസാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രയാസപ്പെടുന്നതിനും ബുദ്ധിമുട്ടുന്നതിനും ഒക്കെ അള്ളാഹിൻ്റെ അടുക്കൽ വലിയ കൂലിയുണ്ട്, ഈ ക്ഷമിക്കുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്, ഇതൊക്കെ നമുക്ക് നല്ലതായി മാറും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം ഉണ്ടാവും. തൻ്റെ ക്യാൻസറോ മറ്റോ പിടിപെട്ടി കടന്നു പോകുന്ന ഒരാൾക്ക് ഇതൊക്കെ എനിക്ക് നാളെ ഗുണകരമായൊരു സംഗതിയാവും, കൂലി കിട്ടും, എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ അതൊരു വലിയൊരു കാരണമാവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷം ഉണ്ടാവും. ആ രീതിയിലാണ് ആ സംഗതികൾ ചെയ്യേണ്ടത് നടത്തും. പിന്നെ ഒരു നിർദ്ദേശ വിഷയത്തിലുള്ളത്, സന്ദർശിക്കുന്ന സമയം അനുയോജ്യമാകണം. വളരെ അവർക്ക് രോഗിക്കും കുടുംബത്തിനും വളരെ പ്രയാസം ഉണ്ടാകുന്ന സന്ദർഭത്തിലല്ല നമ്മൾ സന്ദർശിക്കണം. അപ്പം ഇങ്ങനത്തെ സംഗതികളൊക്കെ അള്ളാഹിൻ്റെ റസൂൽ തന്നെ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, പാലിക്കുക. സന്ദർശിക്കുന്നതിൻ്റെ പ്രതിഫലവും കാര്യങ്ങളൊക്കെ കാക്ഷിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.